കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി പങ്കെടുക്കാൻ വന്നെത്തിയിരിക്കുന്ന നിങ്ങളേവരെയും പുരോഗമന കഥാപ്രസംഗ കലാസംഘങ്ങളുടെ പേരിൽ വിനയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തു. നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടെ ഈ പരിപാടി സമാരംഭിക്കുമ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സുഹൃത്തുക്കളെയൊക്കെ ഞാൻ അനുസ്മരിക്കുകയാണ് കൃതജ്ഞതാപൂർവ്വം. എന്റെ സുഹൃത്ത് ഭാസ്കരൻ നായർ, കുലക്കണ്ണി ഭാസ്കരൻ നായർ തുടങ്ങിയ ആൾക്കാരാണ് ഈ പ്രോഗ്രാം ഏർപ്പാട് ചെയ്യുന്നതിന് മുൻകൈയെടുത്തത്. കഥാപ്രസംഗം അതിൽ എന്റെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഇങ്ങനൊരു സന്ദർഭം, ഇങ്ങനെ സമയം തീരുമാനിച്ചത് എന്നുള്ളത് ഞാൻ കൃത്യതയോടെ അവിടെ ഓർമ്മിക്കുന്നു. എല്ലാവരോടും എനിക്കുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എവരുടെയും സഹർഷമായ പരിഗണനയ്ക്കായി ഇന്നത്തെ കഥാപ്രസംഗ കലാപരിപാടി കാഴ്ചവെക്കട്ടെ. അഭിവാദനങ്ങൾ. പങ്കെടുക്കുന്നവർ സാംബശ്വരൻ കൂടാതെ കൺമണി വിജയകുമാർ, കൊച്ചി രാജപ്പൻ, ആലപ്പി ബേബി, ആലപ്പി യൂസുഫ്, ചെല്ലൻ. ഒരു നാട്ടിൻപുറത്ത് അർദ്ധരാത്രിയോടടുത്ത നേരത്ത് ഈ കഥ ആരംഭിക്കുന്നു. ജനങ്ങളെല്ലാം സുഖനിദ്ര കൊള്ളുന്ന സമയത്ത് നക്ഷത്രങ്ങളുടെ നീല വെളിച്ചം മാത്രമുള്ള ആ രാത്രിയിൽ ആ നാട്ടിലെ നാട്ടുപാതയിലൂടെ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. ലൈറ്റ് ഇല്ലാത്ത സൈക്കിളിൽ. അതിസുന്ദരനായ ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, നല്ല തിളക്കമുള്ള കണ്ണുകൾ, കനത്ത മീശ, ചുരുണ്ട മുടി, ബലിഷ്ഠമായ ശരീരം. അവന്റെ ബലിഷ്ഠമായ പാദങ്ങൾ ആ സൈക്കിളിന്റെ പെഡലിൽ അമരുമ്പോൾ ആ സൈക്കിൾ അസ്ത്രം തൊടുത്തുവിട്ട പോലെ മുമ്പോട്ട് കുതിക്കുന്നു. ആകാശത്ത് നോക്കി പോകുമ്പോൾ അവൻ തോന്നുന്നു നക്ഷത്രങ്ങളെല്ലാം അവനെ അനുഗമിക്കുന്നു. വലിയ നക്ഷത്രങ്ങൾ, വരി വരിയായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, സപ്തർഷികൾ എന്നറിയപ്പെടുന്ന നക്ഷത്രങ്ങൾ. ആ സപ്തർഷികളെ നോക്കി സംസാരിച്ചുകൊണ്ടാണ് ഈ സൈക്കിൾ യാത്രക്കാരന്റെ സവാരി. ആരതു സപ്തർഷികളോ നിങ്ങളൊരാജ്ഞ കൊടുക്കുവിനവിടെ, സ്വർഗപഥത്തിലുയർത്താ ഞങ്ങളെയുടനോടുകൂടെ. ആരതു സപ്തർഷികളോ നിങ്ങളൊരാജ്ഞ കൊടുക്കുവിനവിടെ, ഉടനടി സ്വർഗപഥത്തിലുയർത്താ ഞങ്ങളെയുടനോടുകൂടെ. വായുവേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് സൈക്കിൾ ബ്രേക്ക്. പോലീസുകാരെ പേടിച്ചാൽ ഞാൻ ഈ വഴി വന്നു. കൂട്ടം അവരുടെ മുമ്പിൽ ഒന്ന് ചാടി. സാരമില്ല, അവരെന്നെ കണ്ടില്ല. പാവങ്ങൾ, ഒരു തണുപ്പുള്ള രാത്രിയിൽ തീ കായുന്നു, അവരെന്നെ കണ്ടില്ല. അയാൾ സൈക്കിൾ തിരിച്ചു ചവിട്ടി മറ്റു വഴിക്ക് പോയി. അയാൾ നദീതടത്തിലെത്തി. നദി ഒഴുകുന്നു. ജലപ്പരപ്പിൽ നിന്ന് മൂടൽ മഞ്ഞു വരുന്നു. അത് സൈക്കിൾ സ്റ്റാൻഡ് വെച്ച് മുണ്ടു മടക്കി കുത്തി സൈക്കിൾ ചുമലിക്കൊണ്ടു
വെള്ളത്തിലിറങ്ങി. ചുളാ കുത്തുന്നു തണുപ്പ്. അയാൾ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി, അരയോളം വെള്ളത്തിലിറങ്ങി, കഴുത്തോളം വെള്ളത്തിലിറങ്ങി, സൈക്കിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്കരെ കയറിക്കഴിഞ്ഞു. ആകെ നനഞ്ഞൂറ്റുമായി. സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് അയാൾ നടക്കുന്നു. ആ ക്ഷേത്രത്തിനടുത്ത് ഒരു വിളി കേട്ടു. പാർത്ഥ, അങ്ങോട്ട് പോരെ, ഞാനിവിടെ ഉണ്ട്. പ്രാർത്ഥന അങ്ങോട്ടിക്കുന്നു. നീ ആകെ നനഞ്ഞൂറ്റി വരില്ല. നീ കൃത്യസമയത്ത് വന്നെത്തി. നിന്നെപ്പോലെ കൃത്യബോധമുള്ള ചെറുപ്പക്കാരിയാണ് നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിന് ആവശ്യം. കത്തവിടെ അയാൾ വിളിച്ചു വെച്ചെന്ന് അതും നനയാതെ വെച്ചെന്ന് കത്തെടുത്ത് കൊടുത്തു. കഥ, ഇന്നിനി അങ്ങോട്ട് പോകണ്ട, ഈ വേഷത്തിൽ എങ്ങോട്ട് പോകണ്ട. അടുത്തെവിടെങ്കിലും പരിചയമുള്ള വീടുണ്ടോ? ഉണ്ട്, നമ്മുടെ ദീനബന്ധു മാഷയുടെ വീട് തൊട്ടടുത്തല്ലേ. ശരിയെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, മാഷ വീട്ടിലേക്ക് പോയിക്കോളൂ. കഥ, മാഷ ആളെങ്ങനെയാ? അദ്ദേഹം നമ്മുടെ ആള് തന്നെ. ഓഹോ, ശരി. ഇതാ കഥ, റിവോൾവർ. ആ കൈത്തോക്ക് മടിച്ച് അരയിൽ തിരികെ മുണ്ടൊന്ന് പിഴിഞ്ഞെടുത്ത് സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് അയാൾ മറുവഴിക്ക് പോകുന്നു. സൈക്കിൾ കയറി വേറൊരു വഴിക്ക് യാത്ര ചെയ്യും. ഇപ്പോ പ്രാർത്ഥന സഞ്ചരിക്കുന്നത് അയാളുടെ വീട്ടിനടുത്തുള്ളൊരു റോഡിലൂടെയാണ്. വീടടുക്കാറായപ്പോൾ അയാൾക്കൊരു ആഗ്രഹം, വീട്ടിലൊന്ന് കയറിയാലെന്താ? ഒത്തിരി കാലമായി വീട്ടിൽ കയറിയിട്ട് അച്ഛനെയും അമ്മയെ കണ്ടിട്ട് കാലം മറന്നു. അനിയനും അനിയത്തിയൊക്കെ വളർന്നു കാണും. അവർക്ക് എന്നെ കണ്ടാലും മനസ്സിലാവും സംശയമാണ്. ഒന്ന് കയറിയിട്ട് പോയി കളയാം. ഇല്ല, സമയമില്ല. അയാൾ പിന്നെയും ചവിട്ടി പോകുന്നു. ദൂരെ ഇരുളിൽ ചെന്ന് മറയുന്നു. ഇപ്പോൾ ആ റോഡരികിൽ ഒരു വീട്ടിലെ സംഭാഷണം നമുക്ക് കേൾക്കാം. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ചെന്ന് ഇത്തിരി വെള്ളവാനത് കുഞ്ഞുകളുടെ കാര്യങ്ങൾ ചെല്ല. ഇത്തിരി വെള്ളവാനത് പെണ്ണെ ദേവകി ചവിട്ടും കേട്ടോ പെണ്ണിന്റെ ഉറക്കം. പെണ്ണെ ചെന്ന് ഇത്തിരി വെള്ളവാനത്. ഇനി കുഞ്ഞുകളെന്ന് കരുതുന്ന കേട്ടോ. കുഞ്ഞു കരയുന്നെങ്കിൽ അമ്മ അതിന് പാല് കൊടുക്കും. പിന്നെ പാല് മലയപ്പിച്ചപ്പി പാലില്ല, ഞാൻ കൊച്ചു കിടന്ന് കരയുന്നു. നീ ഒന്ന് വെള്ളവാനത്താനാ. ഒരമ്മയും കുഞ്ഞും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ബ്ലാങ്കറ്റും പൊതിച്ച് തണുപ്പുള്ള രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നതിനിടയ്ക്ക് തള്ളയുടെ ശല്യം. അമ്മയും മകളെയും അമ്മയും കുഞ്ഞിനെയും ശപിച്ചുകൊണ്ടാണ് ദേവകി എഴുന്നേറ്റത്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ വിറകില്ല. ഇനി വിറകെടുക്കാൻ പോകണമെങ്കിൽ വിറക് വരെ പോകണമെങ്കിൽ മുറ്റത്തിറങ്ങി വേണം പോകാൻ. ഇന്ന് എന്താഴ്ചയാ ദൈവമേ? വെള്ളിയാഴ്ച. ഭൂതപ്രേത പിശാചുക്കളെല്ലാം കൂടെ കിടന്ന് ഓടുന്ന രാത്രി. അവൾ തീരുമാനിച്ചു മുറ്റത്തിറങ്ങി ഒറ്റ ഓട്ടം ഓടുക. വിറക് വരെ ചെല്ലുക, വിറകെടുക്കുക, തിരിച്ച് ഓടുക. വീട്ടിന്റെ തിണ്ണയിലെത്തി നോക്കുമ്പോ നിൽക്കുന്നു പ്രേതമല്ല പുളിച്ചുമാവ്. ഒറ്റ ഓടുന്ന അവള് വിറക് വരയിലെത്തി. ഒരു ശേഷം വിറക് വലിച്ചെടുത്തപ്പോ വിറക് വരെ എന്നൊരു ശബ്ദം. ദേവകി, ദേവകി, അയ്യോ! അയ്യേ, പാർത്തേട്ടൻ നനഞ്ഞിരിക്കുന്നു. എന്താ പാർത്തേട്ട? എടി പെണ്ണെ, ഞാൻ പാലത്തെന്ന് വീണു. നീ ചെന്ന് ധോത്തിയെടുത്തുന്ന വേഷം മാറട്ടെ. ദേവകി, മാഷോ പറയൂ, നിന്റെ അച്ഛനോട് പറയൂ ഞാൻ വന്നിട്ടുണ്ട്. നേരം പുലർന്നു. മാഷും പാർത്ഥനും സംസാരിച്ചിരിക്കുകയാണ്. പാർത്ഥ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കണം. BA പാസ്സായ ഒരു കർഷക യുവാവാണ് നീ. അച്ഛനും അമ്മയ്ക്കും നീയാണ് ആലംബം. നീ ഇങ്ങനെ കേസും വഴക്കുമായിട്ട് പോലീസുകാർ തന്നെ തിരക്ക് നടക്കും. ഇവിടെ വന്ന് നിന്റെ അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തി, എന്നെ ഭീഷണിപ്പെടുത്തി. നീ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം. മാഷ് പറയുന്ന സത്യമാണ്. വീട്ടുകാര്യങ്ങൾ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മാഷെ, ഞാനൊരു വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയവനാണ്. അതിന്റെ വിജയം കണ്ടല്ലാതെ ഞാനിത് പുറകോട്ടില്ല. മാഷെ സിത്താർ വായന കേട്ടിട്ട് ഒരുപാട് കാലമായി. ഞാൻ സിത്താർ കൊണ്ടുവരാൻ വർദ്ധനിരിക്കൂ. ഇത് ഒരു പ്രസിദ്ധ സിത്താർ വായനക്കാരനാണ് ദീനബന്ധു മാഷ്. അദ്ദേഹം സിത്താർ എടുക്കാനായിട്ട് പോകുമ്പോൾ ഇന്നലെ കരഞ്ഞ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു.
മാഷേ, കരയുന്ന കുഞ്ഞേതാണ്? പാർത്ഥ, ഒന്നും പറയണ്ട. സുബാല വീണ്ടും പ്രസവിച്ചു. എനിക്ക് വയസ്സ് 67. ആ ആത്മസംയമനം ശീലിച്ചു നോക്കി. വിജയിക്കുന്നില്ല. പ്രാർത്ഥന പിന്നെ കണ്ടില്ല. പ്രാർത്ഥന അപ്രത്യക്ഷനായി. സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് ബംഗാളിൽ താൽപ്പക്കൂർ ഗ്രാമത്തിൽ. കഥ നടക്കുന്ന കാലഘട്ടം 1939. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം. അന്ന് ഈ താൽപ്പക്കൂർ ഗ്രാമം ഒട്ടാകെ ഒരുത്തന്റെ വകയാണ്, ഒരു സെമിന്ദാറിന്റെ വകയാണ്. ഈ ഗ്രാമം ഒട്ടാകെ ഒരുത്തന്റെ വകയാണ്. റോഡിൽ നടക്കുന്നതിന് നാട്ടുകാർ റോഡ് നികുതി കൊടുക്കണം സെമിന്ദാർക്ക്. വെള്ളം കോരി കുടിക്കുന്നതിന് ജലനികുതി കൊടുക്കണം. ഇതൊക്കെ കൊടുത്തില്ല പിന്നെ അടിയുണ്ട്. അതിന് പിന്നെ അടിനികുതി. അടി വെറുതെ കിട്ടത്തില്ല, കാശ് കൊടുത്തല്ലേ അടി കിട്ടുള്ളൂ. പോലീസുകാർ നമ്മളെ തല്ലുന്നത് എങ്ങനെയാണ്? നമ്മൾ കാശ് കൊടുത്തിട്ട് എല്ലാവരും തല്ലില്ല. നമ്മൾ കാശ് കൊടുക്കാതിരുന്ന് നോക്കിയാൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ല, അവർ പണിയും മുടക്കും, തല്ലും കിട്ടത്തില്ല. അപ്പൊ അതിന് അടിനികുതി കൊടുക്കണം. ഈ അടിനികുതിയും ജലനികുതിയും റോഡ് നികുതിയൊക്കെ കൊടുക്കേണ്ടി വരുന്നത് ഈശ്വര നിശ്ചയമാണ് എന്നാണ് അവിടുത്തെ പഴയ തലമുറ വിശ്വസിക്കുന്നത്. പക്ഷെ പാർത്ഥന്റെ തലമുറ അതിനെ ചോദ്യം തുടങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ വിനയത്തോടെ ക്ഷണിക്കട്ടെ പാർത്ഥന്റെ വീട്ടിലേക്ക്. പാർത്ഥന്റെ വീട്ടുമുറ്റത്ത് വമ്പിച്ച യോഗം. അധ്യക്ഷനായിട്ടിരിക്കുന്ന പാർത്ഥന്റെ അച്ഛൻ സുദാമൻ. അദ്ദേഹം ചോദിക്കുന്നു, ഇന്നലെ രാത്രി പാർത്ഥനും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയെന്നോ? അവര് പാർത്ഥനെ അറസ്റ്റ് ചെയ്തെന്നോ? ഏതാണ്ട് കേസൊക്കെ ഉണ്ടായെന്ന് കേട്ടു, നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഇപ്പൊ വെറ്റിലെ ചുണ്ണാമ്പ് വെച്ചോണ്ട് മൂപ്പിലാൻ പറഞ്ഞു. അതങ്ങ് വിടലിയ, അതങ്ങ് വിട്. പാർത്ഥനും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയാൽ അപ്പൊ പോലീസ് അതിന്റെ വിവരം അറിയും. പാർത്ഥന്റെ കയ്യിൽ സാധനമുണ്ട്, ഒരു ഞെക്കി ഞെക്കിയ 12 വെടിതിരുന്ന പട്ടാന്ന് വെടിതിരുന്ന സാധനമുണ്ട്. അതുകൊണ്ട് അതങ്ങ് വിട്. അല്ല, പാർത്ഥന ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ആലോചിക്കുന്ന കാര്യത്തിന് ഒരു പരിഹാരം അങ്ങോട്ട് പിടിക്കായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. പ്രാർത്ഥന ഉണ്ടായിരുന്ന പറയാവുന്ന കാര്യം ഞാൻ പറയാം. ആ സദസ്സിൽ അങ്ങേ അറ്റത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ എതിർത്തു. എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഓ, അലി പറയണോ? ഇയാൾ വന്ന് പറ. പ്രാർത്ഥന ഇല്ലാത്ത ഇയാളാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ നേതാവ്. പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്, റോഡ് നന്നാക്കി തരാ, റോഡ് നികുതി കൊടുക്കരുത്. സെമിനാരി റോഡ് നന്നാക്കി തരാ, റോഡ് നികുതി കൊടുക്കുന്നത് റോഡാണോ? ഒരു തോടല്ലേ? മഴ വന്നാൽ പിന്നെ കഴുത്തു വെള്ളത്തിൽ നീന്തിയല്ലേ നമ്മൾ ചന്തയിൽ പോകുന്നത്? നമ്മൾ മൃഗങ്ങളാണോ? നമ്മൾ മനുഷ്യരല്ലേ? റോഡ് നന്നാക്കി റോഡ് നികുതി കൊടുക്കാൻ പാടില്ല. അപ്പൊ മൂപ്പുകാരന്മാരെല്ലാം തലയാട്ടി. അതാ എന്റെ ശരി, അതാ എന്റെ ശരി, ഏതാ അതാ എന്റെ ശരി, ഏതാ അതാ എന്റെ ശരി, ഏതാ അത് എന്നാ എന്റെ ശരി. അങ്ങനെ എല്ലാരും ഒന്ന് തലവിളിക്ക് സമ്മതിച്ചാ പോരാ. പിന്നെന്തോ വേണോടോ ഇയാള് പറ. എഴുത്. ഈ മീറ്റിംഗിന്റെ നിശ്ചയമായിട്ട് തീരുമാനമായിട്ടും കിട്ടും. എഴുത്. വേണം, അത് വേണം. എഴുതോ ബാലകൃഷ, എടുത്തിട്ട് എഴുത്. റോഡ് നന്നാക്കി തരാതെ ഈ പ്രാവശ്യം റോഡ് നികുതി ഒരു പൈസ പോലും കൊടുക്കുന്നതല്ല. എഴുതിയോ? കൊടുക്കുന്നതാണ്. ചുമ്മാ അല്ലല്ലോ. മാവ നീ മേടിച്ചോ, അവനെ എടുത്തറിഞ്ഞൂടാ. കൊടുക്കുന്നതല്ല. എഴുതിയല്ലോ? ഓരോരുത്തരായിട്ട് എഴുന്നിട്ട് വാ, ഒന്ന് ഒപ്പിടും. അടി പേരിൽ ഒപ്പിടുന്ന കാര്യം അവസാനം പോലീസ് വരുമ്പോ ആളില്ലാ വരരുത്. ക്രൂരസമെന്താരി വാഴ്ചയാൽ ജീവിത ഭാരം സഹിപ്പവരൊത്തുകൂടി. ക്രൂരസമെന്താരി വാഴ്ചയാൽ ജീവിത ഭാരം സഹിപ്പവരൊത്തുകൂടി. ചോരത്തിളപ്പാർന്ന ധീര യുവാക്കൾ തീരുമാനം സഭയേറ്റുപാടി. ചോരത്തിളപ്പാർന്ന ധീര യുവാക്കൾ തീരുമാനം സഭയേറ്റുപാടി. ക്രൂരസമെന്താരി വാഴ്ചയാൽ ജീവിത ഭാരം സഹിപ്പവരൊത്തുകൂടി. ആള് വരട്ടെ, ഇവരും അറിയാമല്ലോ. അറിഞ്ഞിട്ട് വേണം. അവിടെ ഒരു പോലീസ് വണ്ടി വന്നു. 4-5 പോലീസുകാർ ചാടി ഇറങ്ങി. പുറകിന് ഇൻസ്പെക്ടർ ഏമാൻ. ആരടാ സുദാമൻ? ഇൻസ്പെക്ടർമാരുടെ ചോദ്യം. ആരടാ സുദാമൻ?
അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, അടിയനാന്നേ. നിന്റെ മോനെവിടെ? 3-4 മോന്മാരുണ്ട്. അതിലേത് മോനാ? പ്രാർത്ഥന എവിടെ? പ്രാർത്ഥന കണ്ടിട്ട് ഒത്തിരി കാലമായി. അവനെ അവിടുന്ന് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഞാനൊന്ന് തിരക്കിയതായിട്ട് പറഞ്ഞേക്കാം. പ്രാർത്ഥന എവിടാ? അറിഞ്ഞൂടായെ. ഒറ്റ തൊഴി മുപ്പിൽ വളർന്നു വിടും. ചാടി വിടും. മുപ്പിലെ മുഖത്ത് ഇതെന്ത് വയ്യാടാ? മകനെ കണ്ടിലേക്ക് അച്ഛനാണ് തല്ലുന്നത്. മൂപ്പിൽ വലിയ എഴുന്നേറ്റു. മൂക്കിലും വായിലും ചോര കൊടുക്കുന്നു. മകനെ കണ്ടിലെ അച്ഛനാണ് തല്ലുന്നത്. ഇതോടത്തെ ന്യായമാണ്. അത് ചോദിച്ച അലിയാണ്. നീ ആരടാ ചോദിക്കാൻ? എടാ നീ ആരടാ ചോദിക്കാൻ? അപ്പൊ ഇൻസ്പെക്ടർ പോലീസുകാരൻ നടത്തുന്നുണ്ട് പറഞ്ഞു, എവനാ അലി. ഇവരായി ആളിലേക്ക് പറഞ്ഞിളക്കുന്നത്. ഇവിടെ വേണ്ട, ഇങ്ങോട്ട് മാറില്ല. നികുതി കൊടുക്കരുന്ന് പറഞ്ഞോളാ. ഇടാ സെമിനാർക്ക് നികുതി കൊടുക്കരുന്ന് പറഞ്ഞു. നികുതി കൊടുക്കരുന്ന് പറഞ്ഞിട്ടില്ല. റോഡ് നന്നാക്കി തന്നിട്ട് റോഡ് നികുതി കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് റോഡാണോ? നിങ്ങളെ വണ്ടി വന്ന് എല്ലാ റോഡിൽ കൂടെ പോകുന്ന പോലാണോ? ചാടിച്ചാടിയല്ലേ വന്നത്? റോഡ് നന്നാക്കണം. ഇല്ല, റോഡ് നികുതി കൊടുക്കാൻ പാടില്ല. ഇങ്ങോട്ട് മാറില്ല. ഒറ്റ തൊഴി നികുതി കൊടുക്കണ. എടാ സെമിനാർക്ക് നികുതി കൊടുക്കൂല. നികുതി കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. നികുതി കൊടുക്കാൻ പക്ഷേ റോഡ് നന്നാക്കണം. ഇത് ഞങ്ങളുടെ ഏകണ്ഠമായ തീരുമാനം. ഒറ്റ തൊഴി അവനെ വലിച്ചെടുത്ത് വണ്ടിക്കകത്തേക്ക് അറിയാം. ഇൻസ്പെക്ടർമാരെ മൂപ്പിലന്മാരുടെ നിരയുന്നു. നികുതി കൊടുക്കാവോ? നികുതി കൊടുക്കാവോ? മൂപ്പിലന്മാരുടെ കണ്ണ് പറഞ്ഞു. പക്ഷെ താൽപ്പക്കൂർ ഗ്രാമത്തിന്റെ കണ്ണ് ചുവന്നു. മർദ്ദന പ്രതിഷേധമിരമ്പി മർദ്ദകന്മാർക്കു സംഭ്രമമേറി. മർദ്ദന പ്രതിഷേധമിരമ്പി മർദ്ദകന്മാർക്കു സംഭ്രമമേറി. അക്രമത്തെ ചെറുക്കുവാൻ വീണ്ടും ആയിരങ്ങൾ അറസ്റ്റു വരിച്ചു. അക്രമത്തെ ചെറുക്കുവാൻ വീണ്ടും ആയിരങ്ങൾ അറസ്റ്റു വരിച്ചു. ആയിരങ്ങൾ അറസ്റ്റു വരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ ജയിലറയും നിറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും തുറന്നു വിട്ടു. തുറന്നുവിടാൻ നിർത്തിയില്ല, കാരണം അടയ്ക്കാൻ നിർത്തിയില്ല, നിറഞ്ഞുപോയി. അതുകൊണ്ട് ഇവരെ ഒന്ന് വിളിച്ചു കൂട്ടി ഒന്ന് തീർപ്പ് ആലോചന നടക്കാൻ കൊള്ളാമെന്നോട്ട് എന്നിട്ട് തോന്നി. സെമിനാരദ്ദേഹത്തിന് എല്ലാവരും വിളിച്ചുകൂട്ടിയാണ് വീട്ടിൽ. നാട്ടുകാരെല്ലാം കൂടി. ഞാനിവിടെ ഇല്ലായിരുന്നു. അല്ല, ഉണ്ടായിരുന്ന ഈ വഴക്ക് വല്ലതും ഉണ്ടാവുമായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. പോലീസ് വന്നെന്നോ നിങ്ങളൊക്കെ ചവിട്ടിയെന്നോ തൊഴിച്ചെന്നോ ഒക്കെ കേട്ടു. ഞാനിവിടെ ഇല്ലായിരുന്നു. ചായ കുടിക്കും. എന്താ നോക്കിയിരിക്കുന്നിടത്ത് കഴിക്കും. സുധാമൻ മുറുക്കൊക്കെ അല്ലേ വിളമ്പിക്കുന്നത് കൊണ്ട് തിന്നെ. ഏമാനെ മുറുക്ക് ഞാൻ പല്ലുണ്ടായി, 2-3 പല്ലുണ്ടായിരുന്നത് പോലീസ് ഇൻസ്പെക്ടർ ഏമാനം കൊണ്ടുപോയി. എടാ അലി, നീ എന്താ മുഖം നിർമ്മിച്ചിരിക്കുന്നു? മധുരപലഹാരങ്ങളൊക്കെ അല്ലേ വിളമ്പിയിരിക്കുന്നു, അടുത്തങ്ങോട്ട് കഴിക്ക്. ജിലേബി, ലഡു, റസഗുള ഒക്കെ അല്ലേ വിളമ്പിയിരിക്കുന്നിടത്ത് കഴിക്ക്. ഞങ്ങൾ മധുരപലഹാരം തിന്നാൻ വന്നവരല്ല. ഞങ്ങളുടെ ഒത്തീർപ്പാലോചനയ്ക്ക് വന്നതാണ്. എത്ര ആലോചിച്ചാലും അവസാനം പറയാനുള്ള ആദ്യം പറഞ്ഞേക്കാം. റോഡ് നന്നാക്കി തരാതെ ഇത്തവണ റോഡ് നികുതി ഒരു പൈസ ഞങ്ങൾ തരില്ല. ചെറുപ്പക്കാരെല്ലാവരും പോയി. കൂടെ കുറെ മൂപ്പിലന്മാർ പോയി. മൂപ്പിലന്മാർ നിങ്ങൾ എന്തിനാ പോകുന്നത്? സുധാമൻ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളല്ലയോ? അവൻ മുസ്ലിം അല്ലയോ? അവൻ വിളിക്കുന്നിടത്ത് പോണോ, ഞാൻ വിളിക്കുന്നിടത്ത് നിൽക്കണോ? കണ്ടോ, അവിടെ അയാൾക്ക് ജാതി വേണം. മനുഷ്യനെ പറ്റിക്കാൻ പലൊരു ചില സന്ദർഭത്തിൽ ജാതി മതമൊക്കെ ഇറക്കാറുണ്ട്. നമുക്ക് അനുഭവമാണ്. ചിലരൊക്കെ ആ കുരുക്ക് വീണു. ചില പാവങ്ങളൊക്കെ ആ ജാതി പ്രയോഗത്തിൽ ചിലർക്ക് വീണു. പക്ഷേ താൽപ്പക്കൂർ ഗ്രാമം ഇളകി മറിയുകയാണ്, തിളച്ചു മറിയുകയാണ്. ഈ പുതിയ ഉണർവിന്റെ ഉറവിടം ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രാർത്ഥന കൂട്ടുവാണ്. പ്രാർത്ഥന ഒളിവിലാണ്. ദൂരെ ഒരു ആശ്രമത്തിൽ, വീട്ടിൽ ആശ്രമത്തിൽ വിളിച്ചിരിക്കുന്നു.
പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്. ആ ആശ്രമത്തിൽ ഒരു സ്ത്രീ പാവപ്പെട്ട കുട്ടികൾ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുകുല വിദ്യാഭ്യാസം പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ്. വിദ്യാർത്ഥി ഗുരുവിന്റെ വീട്ടിൽ താമസിക്കും. വീട്ടിലെത്താ ജോലികളൊക്കെ ചെയ്തു കൊടുക്കും. പകരം ഗുരുനാഥൻ കുട്ടിയെ പഠിപ്പിക്കുന്നു. പാർത്ഥൻ അറിയാം ദേവകി പഠിക്കാൻ നിൽക്കുന്ന പൈസ ഇല്ലാഞ്ഞിട്ടാണ്. പാർത്ഥൻ മാഷക്ക് എഴുതി, ദീനബന്ധു മാഷക്ക് എഴുതി ദേവകി ഇവിടെ കൊണ്ടാക്കാൻ. ദേവകിക്ക് സന്തോഷമായി. നിന്നുപോയ വിദ്യാഭ്യാസം തുടരാം. വന്നപ്പോ ഒത്തിരി കൂട്ടുകാരികളുണ്ട്. പെണ്ണിവിടെ വന്നു. ഒരു ദിവസം അവളെ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സന്ധ്യാനേരത്താണ്. ദേവകി ദേവകി അവൾ തിരിഞ്ഞു നോക്കുമ്പോ അരണ്ട വെളിച്ചത്തിൽ ആൾ നിൽക്കും. അവൾ അവളിച്ചു നോക്കി. പാർത്ഥൻ, അയ്യോ പാർത്ഥൻ, പാർത്ഥൻ, പാർത്ഥൻ. ബഹളം ഉണ്ടാക്കരുത്, എന്റെ പേരെങ്ങനെ വിളിക്കരുത്, ഞാൻ ഉറുതിയിലിരിക്കുക. പോലീസുകാരെന്നെ തിരക്കടക്കാം. നീ വാ, ഇതാ ഈ സാധനം കൈവച്ചോളൂ, ആരെയും കാണിക്കരുത് കേട്ടോ. ഞാൻ തന്നെന്ന് പറയരുത്, സൂക്ഷിച്ചു വെച്ചാൽ ആരെയും കാണിക്കരുത്, കൊണ്ടുവെക്കോളൂ. പാർത്ഥൻ അപ്രത്യക്ഷനായി. പെണ്ണിന്റെ കയ്യിൽ ഒരു പൊതി കിട്ടി, ഒരു കടലാസ് പൊതി, നല്ല നല്ല ഈടുള്ളൊരു പൊതി. ആരെയും കാണിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. എന്നാലും എനിക്കൊന്നും കാണാമല്ലോ. അവൾ അടുത്ത മുറിയിൽ കൊണ്ടിരുന്നു. അടുത്ത മുറിയിൽ നിന്ന് വാത് കിടച്ചു. ഈ പൊതി അഴിച്ചു നോക്കിയപ്പോ അയ്യോ 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 തോക്ക് തോക്ക് കൈ തോക്ക്, ഇത് പൊട്ടോ. പെണ്ണ് പേടിച്ചു പോയി. ആദ്യം അവൻ പേടിച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവൾക്ക് അഭിമാനം തോന്നി. പാർത്ഥേട്ടൻ എന്നെ ഒരു പൊട്ടിപ്പെണ്ണാട്ടിലെ കണക്കാക്കിയിരിക്കുന്നു, ഉത്തരവാദിത്തോട് ഒരു പെണ്ണാട്ടിനെ കണക്കാക്കിയിരിക്കുന്നു. പാർത്ഥേട്ടൻ എന്നെ വിശ്വാസമാണ്, പാർത്ഥേട്ടൻ എന്നും ഇഷ്ടമാണ്, പാർത്ഥേട്ടൻ എന്നെയും പാർത്ഥേട്ടന്റെ പാർട്ടിയിൽ ചേർത്തിരിക്കുകയാണ്. അവൾക്കിത് 10 പേരോടൊന്ന് പറഞ്ഞോളാം വയ്യ. ഒരു അഭിമാനകരമായ ദേശീയം നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ 10 പേരെ അറിയിച്ചല്ലേ നമുക്ക് അടക്കമുള്ളൂ. മാത്രമല്ല പെട്ടെന്നൊരു സംഗതി നാട്ടുകാരെ അറിയിക്കാൻ 3 മാർഗമുണ്ടെന്ന് ആ സായിപ്പന്മാർ പറഞ്ഞിരിക്കുന്നത്. ടെലിഗ്രാം, ടെലിഫോൺ, ടെലിവുമൺ, ഇങ്ങനെ 3 മാർഗമാണ്. ടെലിഗ്രാം അടിച്ചാൽ പെട്ടെന്ന് കാര്യം അറിയിക്കാം, ടെലിഫോണിൽ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം അറിയിക്കാം. ടെലിവുമൺ ഒരു സ്ത്രീയോട് പറഞ്ഞേക്കുക, പെട്ടെന്ന് നാട്ടുകാരെല്ലാവരും അറിഞ്ഞോളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ദേവകിയോട് കൂട്ടുകാരിയെ വിളിക്കുന്നു. ഡി ഇല്ലത്തെ ഇല്ലത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ വല്ലവരോടും പറയുമോ? ഇല്ല, രഹസ്യമാ, ആരോടും പറയരുത്. ഇല്ല പറയില്ല. രഹസ്യമാ, പറയരുത്. ഇല്ല പറയില്ല. നീ പറയും. ഇല്ലടി പറയത്തില്ലടി, സത്യം ചെയ്യും, സത്യം. എടി എടിയില്ലേ, നീ അറിയോ പാർത്ഥേട്ടനെ? ഏത് പാർത്ഥേട്ടൻ? ഈ പോലീസുകാരൊക്കെ തിരഞ്ഞു നടക്കുന്ന പാർത്ഥേട്ടന്? അതേടി, ആ പാർത്ഥേട്ടനെ എന്റെ സ്വന്തം സ്വന്തം ഓടി ഉള്ളത് സത്യം. പാർത്ഥയേട്ടൻ എന്നെയൊരു കാര്യമേൽപ്പിച്ചല്ലോ, പാർത്ഥയേട്ടൻ എന്നെയും ആ പാർട്ടി ചേർത്തല്ലോ, പാർത്ഥയേട്ടൻ എന്നെയൊരു കാര്യമേൽപ്പിച്ചല്ലോ, പാർത്ഥയേട്ടൻ എന്നെയും ആ പാർട്ടി ചേർത്തല്ലോ. എന്ത് പാർട്ടിയാടി? എന്ത് കാര്യമാടി? എന്ത് പാർട്ടിയാടി വേണ്ടേ? എന്ത് കാര്യമാടി വേണ്ടേ? പറയൂല്ല ഞാൻ ആരോടും, പറയൂല്ല, പറയൂല്ല ഞാൻ ആരോടും, പറയൂല്ല. പാർട്ടി രഹസ്യങ്ങളൊന്നും പറയുകയില്ല, പറയൂല്ല ഞാൻ ആരോടും, പറയൂല്ല. പാർട്ടി രഹസ്യങ്ങളൊന്നും പറയുകയില്ല. പാർത്ഥയേട്ടൻ എന്നെയൊരു കാര്യമേൽപ്പിച്ചല്ലോ, പാർത്ഥയേട്ടൻ എന്നെയും ആ പാർട്ടിയിൽ ചേർത്തല്ലോ. ഈ പാർത്ഥേട്ടന്റെ പാർട്ടി ഭരിക്കുന്ന രാജ്യമുണ്ടടി, പാർത്ഥേട്ടന്റെ പാർട്ടി ഭരിക്കുന്ന രാജ്യമുണ്ടടി. അവിടെ പഠിക്കാൻ കാശില്ലാഞ്ഞിട്ട് ആരും ഇതുപോലെ ആശ്രമത്തിൽ താമസിക്കുന്നത് അടുക്കള പണിയാൻ. അവിടെ എല്ലാവരും പഠിക്കാൻ പോകും. പഠിക്കാൻ പോയില്ലെങ്കിലേ ഉള്ളൂ കുറ്റം. പാർത്ഥേട്ടന്റെ പാർട്ടി ഭരിക്കുന്ന രാജ്യത്ത് പഠിച്ചിറങ്ങിയാലോ ഉടനെ ജോലി. നമ്മളൊക്കെ ഇവിടെ ജയിച്ചിട്ട് പിന്നെ തന്നെ നടക്കുകയാണ്, പിന്നെ നമ്മൾ തന്നെ നടക്കുക. അവിടെ അങ്ങനെയല്ലടി, അവിടെ പഠിക്കുന്നതിന് ജോലിക്ക് വേണ്ടിയാ. ജോലി പഠിക്കാൻ പോകുന്നിടത്ത് ഒരു പൈസ കൊടുക്കണ്ട, ഫീസ് കൊടുക്കണ്ട, ഏത് കോളേജിലും പഠിക്കാം, എത്ര വേണമെങ്കിലും പഠിച്ചു കയറാം. പഠിച്ചിറങ്ങി വന്നാൽ ഉടനെ ജോലി, ഉടനെ ജോലി. എടി പാർത്ഥേട്ടന്റെ പാർട്ടി നമ്മുടെ രാജ്യവും ഭരിച്ചെങ്കിൽ നമ്മൾ പാവങ്ങളെല്ലാം രക്ഷപ്പെട്ട ജോലി. എന്ത് പാർട്ടിയാടി?
ഏത് രാജ്യമാടി? എന്ത് പാർട്ടിയാടി പെണ്ണ്? ഏത് രാജ്യമാടി പെണ്ണ്? പറയൂല ഞാനോടും പാർട്ടി രഹസ്യങ്ങളൊന്നും പറയുകയില്ല. പറയൂല ഞാനാരോടും പറയൂല പാർട്ടി രഹസ്യങ്ങളും പറയുകയില്ല. പാർത്ഥയേട്ടനെന്നൊരു കാര്യം ഏൽപ്പിച്ചല്ലോ, പാർത്ഥയേട്ടനെന്നയും പാർട്ടിയിൽ ചേർത്തല്ലോ. ഒരു വർഷം കഴിഞ്ഞൊരു സന്ധ്യാനേരത്ത് നമ്മുടെ പാർത്ഥൻ ആ ആശ്രമത്തിൽ ഒരു മുറിക്കകത്ത് എന്തോ വായിക്കും. ഈ പെണ്ണ് ദേവകി നിലവിളിച്ചോണ്ട് ഓടിച്ചിരുന്നു. എന്താ പെണ്ണെ? എന്റെ അച്ഛൻ വന്നു. നീ ഇതിന് കരയുന്നു? അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വന്നോ? അച്ഛൻ പറഞ്ഞു പഠിച്ചൊക്കെ മതിയെന്ന്, 8ാം ക്ലാസ് വരെ പഠിച്ചില്ല, അതൊക്കെ മതിയെന്ന്. എന്താ കാര്യം? അച്ഛൻ എനിക്ക് കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഓഹോ, നിനക്കെന്താ കല്യാണം വേണ്ടേ? എനിക്ക് കല്യാണം വേണ്ട. എന്താ പെണ്ണെ? എനിക്ക് കല്യാണം വേണ്ട. എന്താ പെണ്ണെ? എന്നെ പാർത്തിട്ടും കല്യാണം കഴിക്കാൻ മതി. അതുകൊള്ളാമല്ലോ പെണ്ണ്. എനിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്നെ പോലും തിരക്ക് കിടക്കല്ലേ? വെടി കൂടിയാ കൊണ്ടുവന്ന് ഇടിച്ചെന്റെ എല്ലാം ഒടിക്കും കേട്ടാ. എനിക്ക് കല്യാണം കഴിച്ച് വീടാ കൂടിയാ താമസിക്കാൻ സാധിക്കില്ല. എവിടെ നിന്റെ അച്ഛൻ? എന്തായിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ മാഷേ? ആ പാർത്ഥന ഇവിടെ ഉണ്ടായിരുന്നോ? വിളിച്ചിരിക്കാണോ? പാർത്ഥ, ഞാൻ ദേവകിയെ കൊണ്ടുപോകാൻ വന്നതാ. അവക്കൊരു സംബന്ധാലോചന വന്നിരിക്കും. എനിക്കിഷ്ടാവുന്ന ബന്ധമല്ല. ശോഭാടിയില് സെമിന്ദാർ കുടുംബത്തിൽ അംഗമാണ് പയ്യൻ രാജൻ. കണ്ടാലോ രാജൻ. മാഷ് അയാൾക്കെന്താ ജോലി? പന്ത് കളി. അല്ല, അവൻ പന്ത് കളിച്ച് നടന്ന അവൻ കളിച്ച് നടന്നാ മതി. അവിടെ അവന്റെ തന്ത കണ്ടമാനം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അവന് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതെനിക്ക് കിട്ടാവുന്ന ബന്ധമല്ല. പ്രാർത്ഥന എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാനെന്ത് മിണ്ടാണ്? മാഷയുടെ മകളുടെ കാര്യം മാഷ് നിശ്ചയിക്കുന്നു. ദേവകി ചെല്ല്, അച്ഛൻ്റെ കൂടെ ചെല്ല്. ഞാൻ പോവില്ല. കൊണ്ടുപോകും. ഞാൻ പോകത്തില്ല. ഈ പഠിക്കണം. ഇങ്ങോട്ട് ചെന്ന് പഠിക്കാം പഠിത്തക്കാരി. ദേവകി അച്ഛനെ ചുണ്ടി ഒട്ടിക്കാതെ ചെല്ല്. അച്ഛൻ്റെ കൂടെ ചെല്ല്. ഇത് നിനക്കിരിക്കട്ടെ. ഈ പുസ്തകം നിനക്കിരിക്കട്ടെ. നിന്റെ കല്യാണ സമ്മാനം. പ്രാർത്ഥനയ്ക്കൊരു പുസ്തകം സമ്മാനിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണ് പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അച്ഛന്റെ പിന്നാലെ പോയത്. കാര്യം അവിടെ മനസ്സ് നിറയെ പ്രാർത്ഥന. ഈ പെണ്ണിന്റെ ഇഷ്ടത്തോട് കല്യാണം നടക്കാറില്ലല്ലോ. ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നു. ഭൂരിപക്ഷം കല്യാണവും പെണ്ണിന്റെ ഇഷ്ടമില്ലാതാണ്. പിന്നെ പെണ്ണിന്റെ ഇട്ടക്കേടെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇട്ടക്കേടാണ്. 1-2 ഭാഗത്തൊക്കെ ഒരു മെടങ്ങടൊക്കെ കാണും. പിന്നെ രണ്ടും കൂടെ സന്തോഷമായിട്ടും കഴിഞ്ഞു കൂടും. മാഷ വീട്ടിൽ പന്തലെടുക്കും. നാട്ടുകാർക്ക് ചെന്ന് മാഷ വീട്ടിൽ പന്തലിട്ട് കൊടുക്കുന്നു. നാളെയാണ് കല്യാണം. ഇന്ന് രാത്രി ഒരു 8 മണിയായപ്പോൾ അയൽ വീട്ടിലെ പെമ്പിളെല്ലാം വന്നു. ഈ പെണ്ണിന്റെ കൂട്ടുകാരികൾ വന്നവളെ അണിയിച്ചൊരുക്കി അങ്ങോട്ട് കൊണ്ടിരുത്തി അവിടെ ചുറ്റും വരുന്നുണ്ട് പാടിക്കൊടുക്കുന്നു കല്യാണപ്പാട്ട്. അത് അവിടുത്തെ ഒരു സമ്പ്രദായമാണ്. എന്ന് പറഞ്ഞാൽ ഇവൾ നയിക്കാൻ പോകുന്ന ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അവളെ കൂടുതൽ പ്രത്യാശാഭരിതയാക്കി തീർക്കുക. അതിനുവേണ്ടി പാടിക്കൊടുക്കുക. അണിയിച്ചൊരുക്കി ചുറ്റും വരുന്നുണ്ട് കൂട്ടുകാരികൾ പാടിക്കൊടുക്കുന്നു. ദേവകി പെണ്ണിന്റെ കാര്യം ഗ്രാമീണ പെൺകൊടി നീയൊരു നാഗരിക മണവാളന്റെ പ്രാണപ്രയതിയായി നാളെ നാണം കൊണ്ടൊരു മണവറ പൂജ. പെണ്ണിരുന്ന് കരയുന്നു. അവിടെ പ്രാർത്ഥന. ദൈവമേ കല്യാണം നടക്കരുതേ. പ്രാർത്ഥന വന്ന് എന്നെ കാട്ടോണ്ട് പോണേ. അതൊക്കെ അവിടെ പ്രാർത്ഥന. അവള് കഥകളിലൊക്കെയാണ് കേട്ടിട്ടുണ്ട്. കല്യാണത്തിന്റെ തലേന്ന് രാത്രി കാമുകൻ വരുന്നു, കുതിരപ്പുറത്ത് വരുന്നു, കാമുകി എടുത്ത് കുതിരപ്പുറത്ത് വെച്ചിട്ട് ഓടിച്ചു പോകുന്നു, ഇങ്ങനെ ഓടിപ്പോകുന്നു. അവളിങ്ങനെയൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതാണ് അവിടെ പ്രാർത്ഥന. കൂട്ടുകാരികൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അവര് പാടിക്കൊടുക്കുന്നു. ഗ്രാമീണ പെൺകൊടി നീയൊരു നാഗരികൻ മണവാളന്റെ പ്രാണപ്രയതിയായി നാളെ നാണം കൊണ്ടൊരു മണവറ പോകും.
നാണം കൊണ്ടൊരു മണവറ പോകും. കരയാതിരി പെണ്ണെ, 2 ദിവസം കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറും, ഞങ്ങളെ അങ്ങ് മറക്കുമല്ലോ. എടി പെണ്ണെ, കരയാതി പെണ്ണെ. മധുവിരളും രാവിൽ, മതിരോത്സവമതവരുളും രാവിൽ, മധുവിരളും രാവിൽ, മതിരോത്സവമതമരുളും രാവിൽ, മതമരുളും രാവിൽ. പ്രാണസഖി ആത്മസഖി, പ്രാണസഖി ആത്മസഖി, ഗ്രാമീണ പെൺകൊഴുതിയും നാഗരീകം മണവാളന്റെ പ്രാണപ്രയത്തിയായി നാണം കൊണ്ടൊരു മണവറക്കും, നാണം കൊണ്ടൊരു മണവറക്കും. നേരം പുലർന്നു, ആള് വരാൻ തുടങ്ങി. കല്യാണമല്ലേ, ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെടാത്തവരും ഒക്കെ ഇനി പോരുകയാണ്. നമസ്കാരം, കയറിയിരിക്കാം. നമസ്തേ, ഇങ്ങോട്ട് വന്നിരിക്കാം. വണക്കം, ഇങ്ങോട്ട് വന്നിരിക്കാമല്ലോ. വന്ദനം, ഇങ്ങോട്ട് കയറിയിരിക്കാമല്ലോ. ആഹാ, ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. ഓഹോ, ഞാൻ വിചാരിച്ചു വരത്തില്ലെന്ന്. ഇതിനിടയ്ക്ക് ഒരു ചെറുക്കൻ ഓടി വന്നു. അവരൊക്കെ വന്നു. അവരെല്ലാം എല്ലാരും വന്നു. 9 കാറുണ്ട്, 9 കാറ്, ഒരു വെള്ളക്കാറ്, 8 മുട്ടയടിച്ച കാറ്. എല്ലാരും ഇറങ്ങി നിൽക്കുക. എല്ലാരും അടി പോലെ നിൽക്കുക, അവിടെ മെഴുകുതിരി പോലെ നിൽക്കുക. എന്താ നമ്മളിതൊന്ന് സ്വീകരിച്ചോണ്ട് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. പന്തല്ല, ആരും ഇരിക്കണ്ട, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങാം. അങ്ങോട്ട് ഒന്നിച്ചങ്ങ് ഇറങ്ങാം. ഇടയ്ക്കൊന്നും മറക്കരുത്. നാരങ്ങ, ബൊക്കെ, പല്ലുക്കുപ്പി, പിന്നെ ചെണ്ട്, പിന്നെ ലവനെവിടെ? അവന്റെ പേരും മറന്നല്ലോ. അവനെവിടെ? അവന്റെ ഫോട്ടോഗ്രാഫ്. ഓ, ഫോട്ടോ പോയതല്ല, അവരിറങ്ങുന്ന ഭാഗം പിടിക്കാൻ പോയിരിക്കുക. ഔചിത്യമുള്ളവന്, അവന് ഇഷ്ടമുള്ളതൊക്കെ കയറി പിടിക്കുന്ന ലക്ഷണമുണ്ട്. അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. നടന്നോ മുമ്പോട്ട് നടന്നോ. അറിയുന്നവരുടെ ഗോലസ എന്തേ മോതിരം അപ്പച്ചോ കൊണ്ടുകൊടുത്തോണ്ട് വേടാ, മേടിച്ചോണ്ട് വേടാ. നീയാണ് മുമ്പേ നിൽക്കണ്ട. ആദ്യം അങ്ങോട്ട് ചെന്ന് മാല അവന്റെ കഴുത്തിലിടണം. ബൊക്കെ മന്ദസ്നേരം അവനായിട്ട് വേണം കേട്ടോ. ബൊക്കെ അവന്റെ കൈ കൊടുക്കണം. എന്നിട്ട് മോതിരം അവന്റെ കയ്യിലിടണം. എന്നിട്ട് കൈ പിടിച്ച് ഒന്ന് കുലുക്കണം. അമക്കരുത്, പതുക്കെ. നടന്നോ. സ്ത്രീകളൊക്കെ മുമ്പിൽ, സ്ത്രീകളെല്ലാം മുമ്പിൽ, കാണാൻ കൊള്ളാവുന്നവരൊക്കെ മുമ്പിൽ. ഈരോലി സൈസൊക്കെ പുറകിന്. നടന്നോ. വല്യമ്മ ഇവിടെ നിൽക്കട്ടെ. അവളുടെ ഒരാഗ്രഹമല്ലയോ. നിന്നോട്ട് കാര്യം. ഇനി ഒരിക്കൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലോ. നടന്നോ. നമസ്കാരം. എല്ലാരും കൂടെ ഒന്നിച്ചിങ്ങ് പോകുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇങ്ങോട്ട് വന്നപ്പോ വണ്ടിയുടെ ടയറൊന്നും പൊട്ടിയില്ലല്ലോ. ചിലപ്പോ അങ്ങോട്ട് പോകുമ്പം പൊട്ടും. സൂക്ഷിച്ചോ. അല്ല, വൈദ്യരുമുണ്ടോ? ജ്യോത്സ്യരുമുണ്ടോ? നമസ്കാരം. നടന്നോ. അകത്തോട്ട് കയറിയാട്ടെ. പന്തലോട്ടെ ഒരുപാട് സ്ഥലമല്ലേ കിടക്കുന്നുണ്ട്. പിള്ളേരെ കസേരയെന്ന് മാറടാ. അങ്ങോട്ടങ്ങ് ഇരുന്നാട്ടെ. മെത്തപ്പാലിച്ചോ പുൽപ്പായിട്ടോ. എന്തോ കുടിക്കാൻ കൊടുക്കുന്നത്. എന്താണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്? ചൂടിലുള്ളല്ലോ വരവ്. ചൂടിൽ വരവ്. അതുകൊണ്ട് ആദ്യമായി ശീതോപചാരം, പിന്നെ ധൂമപാനം. ഇവിടെ എന്താ? സോഡയ്ക്ക് കുഴൽ വേണം. ഒരു കുഴലിട്ട് കൊടുക്കുക. സോഡയ്ക്കകത്തൊരു കുഴൽ ഇറക്കി കൊടുക്കുക. മുകളിലോട്ട് പിടിച്ചാല് അടിക്കും. അത് തിന്നാനുള്ള അല്ല, അത് വേറെ സാധനം തരാം. പിടിച്ചാലേ മുകളിലോട്ട് പിടിച്ചാ. ഇവിടെ ചായ മധുരം വേണ്ട, സുഖമില്ല. എങ്കിലും ഇനി പോകുന്നല്ലേ. വണ്ടിക്കകത്ത് സ്ഥലം ഉണ്ടായിരുന്നല്ലേ. സമയമായി. കതിർമണ്ഡപത്തിൽ വധൂവരന്മാർ വരുന്നു. ദേവകിയും രാജനും വരുന്നു. നാദസ്വരമേളം ആരംഭിച്ചു. ആളെല്ലാം കല്യാണപ്പന്തലിനെ കുറിച്ച് നോക്കുകയാണ്. കതിർമണ്ഡപത്തിനെ കുറിച്ച് നോക്കുന്നു. വധൂവരന്മാർ
പെണ്ണ് കൊള്ളാം കേട്ടോ അതാണ് ഇതങ്ങ് ലയിച്ചോ. പെണ്ണ് കൊള്ളാം അല്ലയോ? പെണ്ണ് കൊള്ളാം. രാജന്റെ സെലക്ഷൻ കൊള്ളാം.